ഭാഗ്യവരുത്തി ഉറങ്ങിയാണോ? ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായി മാധവൻകുട്ടി. മരുന്ന് കഴിച്ചോ? എല്ലാം അടുത്തിരിക്കുന്നു. മാധവൻകുട്ടി വല്ലതും കഴിച്ചോ? ഇല്ല. കറി നന്നായിരിക്കില്ല അല്ലേ? അതൊന്നുമല്ല, ഞാൻ ആഹാരം കൊണ്ടുവരട്ടെ? വേണ്ട, ഇഷ്ടം പോലെ കഴിക്കാമായിരുന്നപ്പോ വിശപ്പ് തോന്നാറില്ല. ഇപ്പൊ വിശക്കുമ്പോ ഉപ്പില്ലാത്ത കഞ്ഞി. സാരമില്ല ഭാർഗവതി, എല്ലാം കൂട്ടി ഊണ് കഴിക്കാം. എനിക്കോ? അതെ, ധൈര്യമേ കഴിച്ചോളൂ. അവസാനമില്ലാത്ത ഏകാന്തതയിൽ നിന്ന് മോചനമില്ലാത്ത ഈ ജീവിതം വെറും ഭാരമാണ്. മാധവൻകുട്ടി ഉറങ്ങിയില്ലേ? ഇല്ല, ഇനിയും സമയമുണ്ടല്ലോ. പുറത്ത് നിലാവുണ്ടോ? നല്ല നിലാവുണ്ട്. നിലാവും നിറഞ്ഞ സന്ധ്യയും എന്നും എന്റെ സ്വപ്നങ്ങളാണ്. ഭാർഗവത്തി പുറത്തേക്ക് വരും. ഓ, എല്ലാവരും എന്നെ പേടിപ്പിച്ച് ശ്വാസം മുട്ടിച്ചു. ഈ മുറിയിൽ നിന്ന് പുറത്തു കടക്കാൻ അനുവാദം തരുന്നത് മാധവൻകുട്ടിയാണ്. ഉറക്കം വരാത്ത രാത്രികളിൽ ഈ നിഴലും നിലാവും നോക്കി ഞാൻ ഇരിക്കാറുണ്ട്, ആരും അറിയാതെ. അറിഞ്ഞാലെന്താ? അറിയാൻ ആരുണ്ട്? വലിയ വീട്ടിലെ ഈ മുറിയിൽ ഞാൻ എന്നും ഒരു തടവുകാരിയാണ്. ഒരമ്മയുടെ വാത്സല്യം പകരാൻ ഒരച്ഛന് കഴിയില്ല. അമ്മയുടെ നഷ്ടം അച്ഛനേക്കാളേറെ എനിക്കായിരുന്നു. പ്രതാപിയായ അച്ഛന്റെ കണ്ണിൽ എല്ലാവരും ചെറുതായിരുന്നു. രാവും പകലും അച്ഛനൊരുപോലെയായിരുന്നു. എന്റെ നാമജപത്തേക്കാൾ അപ്പുറം അച്ഛൻ മറ്റൊന്നും ചിന്തിച്ചിരുന്നില്ല. തിരുവാതിരയ്ക്കും ഓണക്കളിക്കും ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നോ. അച്ഛനും പിരിഞ്ഞപ്പോ ഒരു വീട്ടമ്മയുടെ ഭാഗ്യം നഷ്ടപ്പെട്ട ഞാൻ എല്ലാവരുടെയും കൊച്ചമ്മയായി. നഷ്ടങ്ങൾ ഓർത്ത് ഭാർഗവതി ദുഃഖിക്കരുത്. ഓ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയല്ലേ. ഇപ്പോൾ മനസ്സിനൊരാശ്വാസം തോന്നുന്നു. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നൊരു തോന്നൽ. അമ്മായി എവിടേക്കാ? നാത്തൂനെ ബസ് കയറ്റാൻ പോവായിരുന്നു. അങ്ങോട്ട് വരാത്തതില് വിഷമം തോന്നരുത്. ഹേയ്, വിഷമമൊന്നുമില്ല. ഉള്ളത് പറയാലോ. സത്യത്തിൽ ഈ സൂക്കേടെന്ന് പറഞ്ഞാ വലിയ പേടിയാ.
എനിക്കും പേടിയായിരുന്നു, ഇപ്പം മാറി. എന്തായാലും മറ്റാർക്കും വരാതെ പോയത് ഈശ്വരാധീനമായി. പോട്ടെ മോളെ, ഞങ്ങള് വരട്ടെ. ആ ഒരു പെണ്ണെ, കുഞ്ഞിന്റെ കൂടെ നിക്കണം കേട്ടോ. ആ നടക്കുവാനെ. എത്ര ഐശ്വര്യമുള്ള കൊച്ചാ, അതിന്റെ തലവിധി ഇങ്ങനെ ആയിപ്പോയല്ലോ. അതെന്താ? പെണ്ണായി ഭൂമിയിൽ ജനിച്ച ഒരാൺതുണ വേണം, അത് അതിന് വിധിച്ചിട്ടില്ല. അമ്മ, എനിക്ക് മൂത്രം ഒഴിക്കണോ? മോനിഞ്ഞു വാ, ഇവിടെ ഇരിക്കേ. അല്ല, അവര് കല്യാണം കഴിച്ചിട്ടില്ലേ? ഓ, ആ കഥ പറയാതിരിക്കുക നല്ലത്. ചെറുപ്പത്തിലേ അമ്മ മരിച്ചു. ഏക ആശ്രയം അച്ഛനായിരുന്നു. അച്ഛനാണെങ്കിലോ ഓളെന്ന് പറഞ്ഞ അങ്ങ് ജീവന. കൊറേ സംബന്ധക്കാർ വന്നു, എല്ലാരും അങ്ങ് ഒഴിഞ്ഞു മാറി. അതെന്താ? ചൊവ്വാദോഷം. അയ്യോ, കഷ്ടം. പിന്നെ കർമ്മത്തിൽ വിശ്വസിക്കാത്ത കുറെ ചെറുപ്പക്കാർ പിള്ളേർ വന്നു. അവന്മാർക്ക് കല്യാണം കഴിച്ച പെണ്ണിനെ വീട്ടിൽ കൊണ്ടുപോകണം. അതിന് ജീവൻ പോയാൽ തന്ത സമ്മതിക്കില്ല. പൂജയും ഉപവാസവും അച്ഛന്റെ ചിറ്റായ്മയും നോക്കി ആ കൊച്ചിന്റെ കാലം അങ്ങ് കഴിഞ്ഞു. ഓ, ഓരോരുത്തരുടെ തലവിധി. പട്ടി മുണ്ടും കൊണ്ടുപോയി വീട്ടിൽ ചെല്ലുമ്പോ അപ്പൊ എന്നെ തല്ലും. മുണ്ടുക പട്ടി. എന്താ ചാർലി? പട്ടി. എവിടെ? ഒരു പട്ടി. എവിടെ പട്ടി? ഒരു പട്ടി എന്റെ കൂടെ വന്നതാ. എന്താ വന്നത്? അമ്മ പറഞ്ഞു 3 രൂപ തരാൻ, ഇല്ലെങ്കിൽ 4 രൂപ തരാൻ പറഞ്ഞു. ജാനു, ചാർലിക്ക് 2 ഉണ്ണിയപ്പം എടുത്തു കൊടുക്കുക. ആരുടെങ്കിലും താക്കോലുണ്ടോ?